നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാളിതുവരെ ഗൾഫ് രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ അടുത്തിടെ ഇന്ത്യ വീണ്ടും തുടങ്ങിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അങ്ങനെ UAE-യുമായി നേരത്തെ തന്നെ നിലവിൽ വന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ വലിയ വർധനവിന് വഴിവെക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് GCC-യിലെ 6 രാജ്യങ്ങളുടെ സംഘടനയുമായുള്ള കരാർ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും തുടങ്ങിയത്. അതായത് ഇന്ത്യയും UAE-യും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വസ്ത്രമേഖലയ്ക്ക് വലിയ മുന്നേറ്റമാണ് നൽകിയതെന്നാണ് അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നത്. അതേസമയം സ്വതന്ത്ര വ്യാപാര കരാർ വസ്ത്ര മേഖലയിലേക്ക് ഡ്യൂട്ടി ഫ്രീ ആക്സസ് നൽകുന്നുണ്ടെന്നും അത് രാജ്യത്തെ ആഭ്യന്തര കയറ്റുമതിയുടെ പങ്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നുമാണ് അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ വ്യാപാരം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കയറ്റുമതിക്കാർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ദുബായിൽ തുടങ്ങിയ ഇന്റർനാഷണൽ അപ്പാരൽ ആൻഡ് ടെക്സ്റ്റൈൽ മേള വലിയ വിജയമാണെന്നും സംഘടന വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ചൈന കഴിഞ്ഞാൽ UAE-യിലേക്ക് ഏറ്റവും കൂടുതൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നത് ഇന്ത്യയാണെന്നാണ് ഫെയർ ആൻഡ് എക്സിബിഷൻസ് ചെയർമാൻ അശോക് രജനി ചൂണ്ടിക്കാണിക്കുന്നത്. UAE പരമ്പരാഗതമായി ഇന്ത്യൻ വസ്ത്ര കയറ്റുമതിയുടെ ഏറ്റവും മികച്ച വ്യാപാര പങ്കാളിയാണ്. UAE ഇന്ത്യ CEPA കരാർ ഒപ്പിട്ടതോടെ ഇന്ത്യൻ വസ്ത്ര കയറ്റുമതിക്ക് തീരുവ രഹിത പ്രവേശനമാണ് കിട്ടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതേസമയം എക്സിബിഷനിലൂടെ പരമ്പരാഗത കോട്ടൺ, MMF എന്നിവയ്ക്ക് പുറമെ വസ്ത്രങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച വസ്ത്ര ഡിസൈനുകളും മോഡലുകളും പ്രദർശിപ്പിക്കാനാണ് കയറ്റുമതിക്കാർ ലക്ഷ്യമിടുന്നതെന്നും അശോക് രജനി വ്യക്തമാക്കി. ഇന്ത്യൻ വസ്ത്ര വ്യവസായം ഇപ്പോൾ $16 ബില്യൺ ആഗോള വസ്ത്ര വിപണിയുടെ 6% സ്വന്തമാക്കിയിരിക്കുകയാണ്. വിവിധ അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നതിനനുസരിച്ച് മറ്റ് കാര്യങ്ങളും കണക്കിലെടുത്ത് ഇന്ത്യയുമായുള്ള വസ്ത്ര വ്യാപാരമായിരിക്കും UAE-ക്ക് കൂടുതൽ സഹായകരമാവുക. ഇന്ത്യയും UAE-യും സംബന്ധിച്ച കരാർ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.